ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അമൃത എൻട്രൻസ് എക്സാമിനേഷൻ ഓഫ് എഞ്ചിനീയറിംഗ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് നോക്കാം. ഏതൊക്കെ കോഴ്സുകൾക്കാണ്, ഏതൊക്കെ കോളേജുകളിലാണ്, ഏതൊക്കെ ടൈമിങ്ങിലാണ് ഇതിന്റെ എക്സാംസുകൾ നടക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അമൃത എൻട്രൻസ് എക്സാമിനേഷൻ ഓഫ് എഞ്ചിനീയറിംഗ്, അമൃത വിശ്വവിദ്യാപീഠം അതിന്റെ വിവിധ ക്യാമ്പസുകളിൽ ബിടെക് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായിട്ട് ദേശീയ തലത്തിൽ നടക്കുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവേശന പരീക്ഷയാണ് AEEE എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് രംഗത്ത് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ പരീക്ഷ ഒരു വർഷം 2 ഘട്ടങ്ങളിലായിട്ടാണ്, അതായത് ഫേസ് 1 ആൻഡ് ഫേസ് 2 ആയിട്ടാണ് നടത്തപ്പെടുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കോർ മെച്ചപ്പെടുത്താൻ രണ്ടാമതൊരു അവസരം കൂടി നൽകുന്നുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും അപേക്ഷാ നടപടികൾക്കും കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. എൻട്രൻസ് എക്സാമിനേഷൻ എന്താണ്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ നോക്കാം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് കുട്ടികൾക്ക് മിസ്സിംഗ് വന്നിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് എക്സാമാണ്. ഒത്തിരി നന്നായി പഠിക്കുന്ന, അക്കാദമിക്കലി നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ സാധിക്കാതെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയ്ക്ക് വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അവരോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെല്ലാം. നമുക്ക് എന്താണ് അമൃത എൻട്രൻസ് എക്സാമിനേഷൻ, ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തിനൊക്കെ ഏതൊക്കെ പ്രോഗ്രാംസുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് നോക്കാം. അമൃത വിശ്വവിദ്യാപീഠം അതിൻ്റെ 8 ക്യാമ്പസുകളായിട്ട് വാഗ്ദാനം ചെയ്യുന്ന 19 തനതായ ബിടെക് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നൽകുന്നതിനായിട്ടുള്ള പ്രവേശന പരീക്ഷയാണ് AEE എന്ന് പറയുന്നത്. ഈ പരീക്ഷയെ കുറിച്ചിട്ടുള്ള പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം. പരീക്ഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അമൃത വിശ്വവിദ്യാപീഠത്തിലെ ബിടെക് പ്രോഗ്രാമുകളിലേക്ക് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രവേശന പരീക്ഷയാണ് ഇത്. പ്രവേശനം നൽകുന്ന കോളേജുകൾ എന്ന് പറയുന്നത് അമൃതയുടെ 8 ക്യാമ്പസുകളാണ് ഇതിന്റെ എക്സാമിന്റെ സ്കോർ സ്വീകരിക്കുന്നത്. ഇതിന്റെ സീറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് സീറ്റുകളിലെ 70% സ്കോർ വഴിയും ബാക്കി 30% JEE സ്കോർ വഴിയാണ് ഇതിനകത്ത് ഫില്ലിംഗ് വരുന്നത്. ഇനി അപേക്ഷിക്കാൻ അർഹതയുള്ള കുട്ടികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലാസ് 12-ലെ +2-ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ പഠിച്ച് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഇപ്പം ഈ ഇയർ 2026 ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. പരീക്ഷാ തീയതി എന്ന് പറയുന്നത് ഇത് രാജ്യമെമ്പാടുമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കുന്ന CBT മോഡലിലുള്ള എക്സാം പരീക്ഷയാണ്. ഒരു വർഷം 2 തവണ നടത്തപ്പെടുന്ന അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളിൽ പങ്കെടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പരീക്ഷ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ് ഉണ്ടാവുക. ഇതിൽ വരുന്ന ടോപ്പിക്സുകൾ മാത്തമാറ്റിക്സിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസുകളും ഫിസിക്സിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു എക്സാം ക്വസ്റ്റ്യൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ മാർക്കിംഗ് സ്കീം നമുക്ക് നോക്കാം. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് വെച്ചിട്ട് ഓരോ തെറ്റുത്തരത്തിനും 1 നെഗറ്റീവ് മാർക്കും ഇതിനകത്തുണ്ട്. ഇനി ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് 11th +2 എന്നിവയിലെ PCM സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ളത് തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പരീക്ഷാ തീയതിയും സമയവും തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി. ഇനി അപേക്ഷകരുടെ എണ്ണം ഏകദേശം 1 ലക്ഷത്തോളം വിദ്യാർത്ഥികളെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിലും അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളും തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാറുള്ളതല്ല. അതും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് നമുക്ക് അർഹതയുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരീക്ഷ എഴുതുന്നതിനും ബിടെക് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നേടുന്നതിനും വിദ്യാർത്ഥികൾ താഴെ പറയുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. ഏജ് ലിമിറ്റ്: അപേക്ഷിക്കുന്ന ഒരു സ്റ്റുഡന്റ് 2025 ജൂലൈ 1-നോ അതിനു ശേഷമോ ജനിച്ച കുട്ടികളായിരിക്കണം. അക്കാദമിക്കൽ യോഗ്യത നമുക്ക് നോക്കാം. യോഗ്യതാ പരീക്ഷയിൽ, അതായത് അപേക്ഷകരെ അംഗീകൃത ബോർഡിൽ നിന്നുള്ള +2 പരീക്ഷ അല്ലെങ്കിൽ അതിന് തതുല്യമായ പരീക്ഷ വിജയിച്ചിട്ടുണ്ടായിരിക്കണം. വിഷയങ്ങൾ എന്ന് പറയുന്നത് യോഗ്യതാ പരീക്ഷയിലെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന നിർബന്ധമായും പ്രധാന വിഷയങ്ങളായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ 3 വിഷയങ്ങളോട് കൂടി മൊത്തത്തിൽ കുറഞ്ഞത് ഒരു 60% മാർക്ക് നിങ്ങൾ എഗ്രിഗേറ്റ് നേടിയിട്ടുണ്ടായിരിക്കണം. ഈ 3 വിഷയങ്ങൾ ഓരോന്നിനും കുറഞ്ഞത് 55% മാർക്ക് വീതം നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം.
ഇനി നിലവിലെ ക്ലാസ്സിൽ +2 പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം. എന്നാൽ സെൻട്രലൈസ്ഡ് സീറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സ്, അതായത് സിസാറ്റ് കൗൺസിലിംഗ് തുടങ്ങുന്നതിന് മുൻപ് നിശ്ചിത മാർക്കോട് കൂടി നിങ്ങൾ യോഗ്യത തെളിയിക്കുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടായിരിക്കണം. അത് കമ്പൽസറി ആണ്. ഇനി പ്രവേശനം നൽകുന്ന കോളേജുകളും കോഴ്സുകളും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. റാങ്ക് വഴി ബിടെക് പ്രോഗ്രാമുകൾക്ക് പ്രവേശനം നൽകുന്നത് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ കീഴിലുള്ള 8 ക്യാമ്പസുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് 19 അധികം വരുന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അതിനകത്ത് വരുന്നുണ്ട്. പ്രധാന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോളേജസ് നമുക്ക് നോക്കാം. അമരാവതി, അമൃതപുരി, കൊല്ലം കേരളത്തില്, പിന്നെ ബാംഗ്ലൂര്, ചെന്നൈ, കോയമ്പത്തൂര്, ഫരീദാബാദ്, അതുപോലെ തന്നെ നാഗർകോവില്, ഹരിദ്വാർ. ഇത്രയും സ്ഥലങ്ങളിലുള്ള ക്യാമ്പസുകളിലാണ് മെയിനായിട്ട് എയുടെ സ്കോർ വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന ബിടെക് പ്രോഗ്രാംസിന്. ഇനി പ്രവേശനം നൽകുന്ന ചില പ്രധാന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, റോബോട്ടിക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇത്രയും സ്ട്രീമുകളിലേക്കാണ് നമുക്ക് ഈ എന്ന് പറയുന്ന എക്സാം വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ സിലബസും പരീക്ഷാ ഘടനയും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അമൃത യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള സിലബസ് പുറത്തിറക്കിയിട്ടുണ്ട്. 2026 പരീക്ഷയുടെ സിലബസ് ക്ലാസ് 11th ക്ലാസ് 12th തലങ്ങളിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതുപോലെ ഇംഗ്ലീഷ് വിഷയങ്ങളിലെ ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സിലബസിലൂടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ കവർ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്തൊക്കെ സിലബസ് ആണ്, ഇതിൻ്റെ എക്സാം ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസുകളാണ് കവർ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഈ എക്സാമിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസൈറ്റ് 360യുടെ ഡയറക്റ്റ് ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സിംഗിൾ ക്ലിക്കിൽ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ മൂവിങ് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഞങ്ങളുടെ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്.